സന്തോഷമുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിൽ കൂടി ഞാൻ വന്ന അപ്പിയറൻസ് എങ്ങനെയാണ്. തിരിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുറച്ച് ചിത്രങ്ങൾ ചെയ്തെങ്കിൽ പോലും ആ ഒരു ഡയമണ്ട് നെക്ലേസിൻ്റെ പേരിൽ തന്നെയായിരുന്നു ഞാൻ ഇതുവരെ അറിയപ്പെട്ടതും അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ മനസ്സിലാക്കിയിരുന്നതും. സോ ആ ഒരു അപ്പിയറൻസിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു ഇതിഹാസ എന്ന ചിത്രത്തിൽ കൂടിയാണ്. കാരണം അത് കഴിഞ്ഞ് ചെയ്ത മൂവീസ് ഒക്കെ ആണെങ്കിലും അതൊക്കെ ചെയ്തതിന് ശേഷവും എല്ലാവരും ആ ഡയമണ്ട് നെക്ലേസിലെ കുട്ടി എന്നൊരു പേരോട് കൂടിയാണ് എന്നെ കണ്ടിരുന്നത്. സോ കലാമണ്ഡലം രാജശ്രീയിൽ നിന്ന് ഇപ്പോഴാണ് എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞതിൽ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്താണ് ആ ഒരു നാടൻ ക്യാരക്ടറെ പോലെയുള്ളൊരു ക്യാരക്ടർ മാത്രമേ കിട്ടുന്നു എന്നുള്ളത് ഒരു സങ്കടം ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. എനിക്ക് വേറൊരു ടൈപ്പ് കുറച്ച് മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഇതിഹാസയിലുള്ള പോലെയൊരു ആക്ഷൻ ഒക്കെ ഉള്ള ചിത്രം ചെയ്യണമെന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു നാടൻ ഗെറ്റപ്പിൽ നിന്നൊന്ന് പുറത്തിറങ്ങണം എന്ന് ഇടയ്ക്കൊക്കെ എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചിട്ടുണ്ട്. സോ അതെന്തായാലും ഇതിഹാസയിൽ കൂടി സംഭവിച്ചു. അതുപോലെ തന്നെ ഒരു ചെറിയ പടം, അതായത് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഇത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. കാരണം എന്നോടാണെങ്കിൽ ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ലെവൽ കഴിഞ്ഞിട്ട് ആൾക്കാർ ഇതിനെ സ്വീകരിച്ചു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മേക്കിങ്ങിനോടൊപ്പം തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തത് ഇതൊരു ഫുൾ പുതിയ ആൾക്കാരുടെ മൂവിയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഡയറക്ടർ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും എല്ലാവരും പുതിയ ആൾക്കാരാണ്. സോ പകുതി ആൾക്കാർ ഇതിനെ കണ്ടിട്ടുള്ളത് പുതിയ ആൾക്കാരാണ്, അവരെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടും കൂടിയാണ് ഇത്രത്തോളം വിജയം ഇതിന് കൈവരിക്കാൻ കഴിഞ്ഞത്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ചെറിയ പേടിയുണ്ടായിരുന്നു, കാരണം നമ്മൾ കഥ കേൾക്കും, അതിനുശേഷം നമ്മൾ നോക്കുന്നത് ഓക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് പിറകിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെ ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാത്തിലും ഉപരി ആരെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഡയറക്ടർ ആരാണെന്നും പ്രൊഡ്യൂസർ ആണെങ്കിലും ക്യാമറാമാൻ ആണെങ്കിലും ഫുൾ ക്രൂ മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാരായിരുന്നു. അപ്പം അത് ചെറുതായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് കഥ എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി ആണ്. അപ്പം ഇത് വർക്കൗട്ട് ആകുമോ, അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകരാണ്, അവർക്ക് ദഹിക്കാത്ത ഒരു കാര്യം കണ്ടാൽ അവരെന്തായാലും ചോദിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കും. എന്തായാലും മലയാളി പ്രേക്ഷകർ ചോദിക്കും. അതൊരു പേടി ഉള്ളിൽ കിടപ്പുണ്ട്. എങ്കിലും ഇങ്ങനത്തെ ഒരു ഫാൻറ്റസി പുതിയ കുറേ ആൾക്കാർ വരുമ്പോൾ അവർക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ അഭിപ്രായം ചോദിക്കുന്ന ആൾക്കാരോടാണെങ്കിലും ഞാൻ ചോദിച്ചപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തരുന്ന ആളുണ്ട്. സോ പുള്ളിയാണ് എനിക്ക് തോന്നുന്നു, അതിപ്പോൾ ആരാണെന്ന് പറയും, എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപദേശം തരുന്ന ആളാണ് പുള്ളിയാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നത്. ഇല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ ഫുള്ളായിട്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് സ്റ്റോറി ഏകദേശം പറയുകയാണ് ചെയ്തത്. അപ്പം ശരിക്കും പേടിയുണ്ട്. ഓക്കെ, ഫാൻറ്റസി ടൈപ്പ് ഒരെണ്ണം ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്ലിക്ക് ആകുമോ, ആൾക്കാർ സ്വീകരിക്കുമോ എന്നൊരു ടെൻഷൻ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഫുൾ ക്രൂ മെമ്പേഴ്സ് പുതിയതാണ് എന്നൊരു പേടിയും ഉണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു നമ്മളൊരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഓക്കെ ഇത് ഓക്കെ ആണോ എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സാധാരണയായിട്ടും നമുക്ക് അല്ലെങ്കിൽ സിനിമയെ പറ്റിയിട്ട് നല്ലതുപോലെ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്തായാലും അല്ലെങ്കിൽ ഇതുവരെ ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ അഭിപ്രായം ചോദിക്കും. അപ്പം അങ്ങനെ ചോദിച്ചപ്പോഴൊക്കെ എനിക്ക് നല്ല അഭിപ്രായമാണ്, നീ ചെയ്യുക, നിനക്ക് എന്തായാലും ഒരു വ്യത്യസ്തത കൊടുക്കാൻ പറ്റുന്ന ക്യാരക്ടറാണ് എന്നാണ്, ഒരു പോസിറ്റീവ് വൈബാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കൂടുതലായതും, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് പോലും. അപ്പം അതെൻ്റെ കോൺഫിഡൻസ് കൂട്ടിയിരുന്നു. എന്നിട്ടും എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ഞാൻ സ്ക്രിപ്റ്റിൽ കൂടുതൽ ഞാൻ നോക്കിയിട്ടുള്ളത് എന്തായാലും ചെയ്യാൻ പോവുകയാണ്, അത് ക്ലിക്ക് ആകുകയോ അല്ലാണ്ടാവുകയോ ചെയ്യട്ടെ, എങ്കിലും എനിക്ക് ഒന്ന് ഡിഫറൻസ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട്. അതായത് നമ്മളൊരു പടം കണ്ടിറങ്ങുമ്പോൾ ചിലപ്പം ആ ഒരു ഫിലിം ചിലപ്പം അത്ര നല്ല അഭിപ്രായം ഉണ്ടാക്കില്ലെങ്കിൽ പോലും ചില ക്യാരക്ടേഴ്സ് നമ്മൾ എടുത്തു പറയും. സിനിമ കൊള്ളില്ലെങ്കിലും ഇന്ന ക്യാരക്ടർ ചെയ്ത കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നൊരു പക്ഷേ ഞാൻ എൻ്റെ സ്വാർത്ഥ ലാഭമോ അങ്ങനെ കൂടി ചിന്തിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്തായാലും ചെയ്യുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർ കഥ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മയിൽ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് തോന്നിയിരുന്നു. നമ്മൾ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പുതിയതായിട്ട് സിനിമ എടുക്കുന്ന കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കുറേ ആൾക്കാർ ആ ഒരു പാഷനോട് കൂടി വരുന്ന ആൾക്കാരാവില്ല. അവർക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ നമ്മളിപ്പോൾ പറയാറില്ലേ, എവിടെ റോഡിൽ ഇറങ്ങി നടന്നാലും സിനിമാ സംവിധായകരെയും അസോസിയേറ്റ് ഡയറക്ടേഴ്സിനെയും തട്ടി നടക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആരോട് ചോദിച്ചാലും എല്ലാവരും സിനിമയിൽ വർക്ക് ചെയ്യുന്നവരാണ്.
അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു ഏകദേശം കണ്ടുവരുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു നല്ലൊരു പാഷനോടുകൂടി സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടു. അതിലെന്തായാലും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചെയ്യാനുള്ള ക്യാരക്ടർ, അല്ലെങ്കിൽ എനിക്ക് ജാനകി എന്ന ക്യാരക്ടറിൽ, അല്ലെങ്കിൽ പിന്നീട് ആൽവി ആവുന്ന ക്യാരക്ടറിൽ എന്തൊക്കെ ചെയ്യാനുണ്ടെന്നാണ് ഞാൻ കൂടുതൽ ചിന്തിച്ചിട്ടുള്ളതും പിന്നീട് നിരീക്ഷിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ആലോചിച്ചിട്ടുള്ളതൊക്കെ അതാണ്. ഫുള്ളൊരു സ്ക്രിപ്റ്റിന് ഉപരി ഞാൻ അതാണ് കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നല്ല രീതിയിൽ അത് വന്നു. എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, സിനിമ ഫുള്ളൊരു ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും എനിക്ക് വരുന്നതാണെങ്കിലും, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് എന്നോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയാണെങ്കിലും പല ആൾക്കാരും പറഞ്ഞു, ഓക്കെ ഇപ്പോഴാണ് കലാമണ്ഡലം രാജശ്രീയിൽ നിന്ന് നിനക്കൊന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. കാരണം ഇപ്പോൾ അതിനുശേഷം വെടിവഴിപാട്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, പുള്ളിപ്പുലികളൊക്കെ ചെയ്തെങ്കിൽ പോലും ഇപ്പോഴാണെങ്കിലും എനിക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിൽ കൂടി എന്നാണ് എല്ലാവരും തുടങ്ങുന്നത്. അതൊരു നല്ല ഭാഗ്യമാണ്. കാരണം ചെയ്ത ആദ്യത്തെ പടത്തിൻ്റെ പേരിൽ ഇത്രയും പടങ്ങളും ചെയ്തിട്ടും അറിയപ്പെടാൻ കഴിയുന്ന നല്ലൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഇപ്പം ഇതിൻ്റെ ഡയറക്ടർ ബിനു ചേട്ടനാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സിനിമയെ പറ്റിയിട്ട് കാസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ സിനിമയുടെ ഹീറോയിൻ അനുശ്രീ എന്ന് പറഞ്ഞപ്പോൾ ബിനു ചേട്ടൻ ഒഴികെ ബാക്കി എല്ലാവരും എതിർത്തു. കാരണം വേറൊന്നും കൊണ്ടല്ല, അയ്യോ ആ കുട്ടി കലാമണ്ഡലം രാജശ്രീയായിട്ട് അഭിനയിച്ച കുട്ടിയല്ലേ, അത് ഭയങ്കര നാടൻ കുട്ടിയല്ലേ എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ബിനു ചേട്ടൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് മാത്രമാണ് എന്നെ സെലക്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു കപ്പ ടിവിയുടെ ഇൻ്റർവ്യൂവിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ പല ക്യാരക്ടേഴ്സിനും ചിലപ്പം എൻ്റെ പേര് സജസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന കമൻറ്റ് ഇതായിരിക്കും, അയ്യോ ആ ഡയമണ്ട് നെക്ലേസിലെ കുട്ടിക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അത് തന്നെയായിരുന്നു ശരിക്കും എനിക്കൊന്ന് മാറ്റേണ്ടിയിരുന്നത്. അതെന്തായാലും ഇതിഹാസയിൽ കൂടി ഈ ഒരു പുതിയ ടീമിൻ്റെ വർക്കിൽ കൂടി അതെന്തായാലും പറ്റി.